ഹായ് എവ്രി വൺ. അപ്പോൾ നമുക്ക് ഇന്ന് ഡിവൈൻ മാസ്കുലിൻ കളക്റ്റീവായിട്ടുള്ള എനർജി നോക്കാം. ഞാൻ ഷോർട്സിൽ അവരെ കറൻറ്റ് ഫീലിങ്സ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലെറ്റ് മീ ഷഫിൾ യൂണിവേഴ്സ് സ്പിരിറ്റ്സ് ഏഞ്ചൽസ്. എന്താണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും കൗണ്ടർ പാർട്ടിൻ്റെ സിറ്റുവേഷൻസ്? കുറേ ആയി നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ട് എനർജി കാർഡ്സ് ആദ്യം എടുക്കുക. ലവേഴ്സ് കാർഡാണ് ആദ്യം വന്നിട്ടുള്ള കാർഡ്. അത് ഞാൻ മുകളിലേക്ക് വെക്കുന്നില്ല കേട്ടോ, കാരണം യൂട്യൂബ് പോളിസിക്ക് എതിരെയാണ് ആ കാർഡ്സ് എന്നാണ് അവർ പറയുന്നത്. വി നോ ഇറ്റ്സ് എ സോൾ. യെസ്, ഒരു മാരീഡ് ആണെങ്കിൽ അവരുടെ മാരേജിലൊക്കെ ഇഷ്യൂസസ് നടക്കുന്നുണ്ട്. ഒക്കെ റിവേഴ്സ് കാർഡാണ്. സ്റ്റാർ കാർഡ് വന്നിട്ടുണ്ട്, എവേക്കണിങ്. ഓക്കെ, നോക്കൂ, കാർഡ്സുകൾ കണ്ടില്ലേ? സോ നിങ്ങളുടെ പേഴ്സണിൻ്റെ സിറ്റുവേഷൻസ് പറയുകയാണെങ്കിൽ ഇത് കോമൺ ആയിട്ടാണ് റീഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ആർക്കൊക്കെയാണോ വരുന്നത് അവർക്കുള്ള മെസ്സേജസ് ആയിരിക്കും. ആദ്യം കിട്ടിയ കാർഡ് ലവേഴ്സ് കാർഡ് ആയിരുന്നു. പിന്നെ ക്യൂൻ ഓഫ് കപ്സ് റിവേഴ്സ് ആണ്, 4 ഓഫ് പെൻഡക്കിൾസ്, കിങ് ഓഫ് വാൻസ് റിവേഴ്സ്, 4 ഓഫ് വാൻസ് റിവേഴ്സ്, 2 ഓഫ് സോഡ്സ്, എംപ്രസ് റിവേഴ്സ്, 5 ഓഫ് വാൻസ്, 5 ഓഫ് സോഡ്സ് റിവേഴ്സ്. ഒക്കെ റിവേഴ്സ്ഡാണ്. മനസ്സിലായോ? അപ്പോൾ എനർജി ഏതാണ്ടൊക്കെ നിങ്ങൾക്ക് കിട്ടിയില്ലേ? അതാകെ ഓവർ തിങ്കിങ് ആയിട്ടും കൺഫ്യൂസ്ഡ് ആയിട്ടും ഭയങ്കരമായിട്ട് വെറുക്കുന്ന ഒരവസ്ഥ. അവരവരുടെ ലൈഫിനെ എന്താണ് ഞാൻ ഇങ്ങനെ എൻ്റെ ലൈഫ് ഇങ്ങനെ കുളം ആക്കിയില്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന സിറ്റുവേഷൻസ്. അതിൽ നിന്ന് കടക്കാനും അവർക്ക് പറ്റാത്ത രീതിയിലുള്ള അറ്റാച്ച്മെൻറ്റ്സ് അവർക്കുണ്ട്. പക്ഷെ അവരോട് ഡിറ്റാച്ച്ഡ് ആവാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ അവരെ ഈ പപ്പറ്റ് പോലെ ആക്കി വെക്കുന്നത് ഫെമിനിൻ എനർജി. അമ്മയായിരിക്കാം, സിസ്റ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻലോ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്ത്രീ എനർജിയാണ്. അത് ആ സ്ത്രീ തന്നെ ആവണം എന്നല്ല, ഫെമിനിൻ എനർജി. മാരീഡാണ്. അവരാണ് ഇവരെ പിടിച്ച് ഒടിച്ചു വെച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ അവർക്ക് മനസ്സിലാവുന്നത് അതൊക്കെ അവരുടെ പേഴ്സണൽ ഗെയിനിന് വേണ്ടിയിട്ടാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത് എന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അതിൽ ഭയങ്കര റിയലൈസേഷൻസാണ് അവർക്ക് വരുന്നത്. അവർ ഒരു പ്രോപ്പർ തീരുമാനമല്ലാതെ എടുത്ത ലൈഫായിരുന്നു. കണ്ണടച്ചുകൊണ്ട് 2 വാൾ, ഇത് 2 ഓപ്ഷൻ, 2 പേഴ്സണെ ചൂസ് ചെയ്യാൻ പറഞ്ഞു. ഒരാളെ ചൂസ് ചെയ്തു. മനസ്സിലായോ? ആ ചൂസ് ചെയ്യുന്നതിലും അവരൊരുപാട് മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് ചൂസ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. മനസ്സിലായോ? പക്ഷെ തേർഡ് പാർട്ടിക്ക് എന്താണോ വേണ്ടത് ആ രീതിക്കാണ് അവർ ചൂസ് ചെയ്യിപ്പിച്ചത്. അതുകൊണ്ട് ചന്ദ്രൻ വരെ തിരിഞ്ഞിട്ടുണ്ട്. റിവേഴ്സ് കണ്ട് ഫുൾ റിവേഴ്സ് കാർഡ്സ് ആണ്. ഇമോഷൻസ് ഇങ്ങനെ ഹൈ പീക്കിൽ പോയിക്കൊണ്ടിരിക്കുക, പെട്ടെന്ന് ഡൗണിലേക്ക് ഇവരങ്ങനെ ഒരു ഫ്ലക്ച്വേഷൻസ് ആണ് നടക്കുന്നത്. അവരുടെ യൂണിയൻ അല്ലെങ്കിൽ അവരുടെ മാരീഡ് ആണെന്ന സിറ്റുവേഷൻസ് ആണെങ്കിൽ, അല്ലെങ്കിൽ എൻഗേജ്ഡ് ആണെങ്കിൽ ഒക്കെ റിവേഴ്സ് ആണ്. കണ്ടോ? അവരുടെ ലൈഫ് വളരെയധികം സക്സസ്ഫുൾ അല്ല നടക്കുന്നത്. അൺസാറ്റിസ്ഫൈഡ് ആണ്. ഡിസ്റ്റർബൻസസ്, ചലഞ്ചസ്, ഫൈറ്റ് നോക്കും. ഫൈറ്റുകൾ ഭയങ്കര ഡീപ്പറായിട്ടുള്ള അഗ്ലി ഫൈറ്റ്സ് ഒക്കെ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവർ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ്. ചീറ്റിംഗ് കിട്ടുന്നുണ്ട്. അവർ പോലും പ്രതീക്ഷിക്കാത്ത ആൾക്കാർ അവർ ചീറ്റ് ചെയ്യുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. ഇതൊക്കെ അവരെ അവേക്കണിങ്ങിലേക്ക് കൂടുതൽ എത്തിക്കുന്നതായിട്ടാണ് പറയുന്നത്. സ്റ്റാർ കാർഡാണ്. ഡീപ്പർ അവേക്കണിങ് ആണ്. വേദനിപ്പിച്ച് അവരെ അവേക്കണാക്കും. നമുക്കും അങ്ങനെ തന്നെയായിരുന്നല്ല. വേദന കൊണ്ടാണ് ഒരാളെ അവേക്കണാക്കാൻ പറ്റും. ഹാപ്പിനെസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾക്കും അവേക്കണിലേക്ക് പോവില്ല. സോ പെയിൻ കൊടുത്തിട്ട് അവരെ അവേക്കണിലേക്ക്, അവരെ സോളിലേക്ക് കണക്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കിങ് ഓഫ് വാൻസ് എന്ന് പറയുന്നത് വളരെ മെച്ചോർഡായിട്ടും വളരെയധികം സ്നേഹമുള്ള ഒരു പേഴ്സൺ, അല്ലെങ്കിൽ എല്ലാ രീതിയിലും കണ്ടീഷൻഡ് അല്ലാത്ത അൺകണ്ടീഷൻ ലവുള്ള പേഴ്സൺ എന്ന് നമുക്ക് പറയാം. പക്ഷെ ഇത് റിവേഴ്സാണ് വന്നിട്ടുള്ള കിങ് ഓഫ് വാൻസ്. അപ്പോൾ അതിനർത്ഥം അവർക്ക് പ്രോപ്പറായിട്ട് അവരുടെ ലൈഫിൽ നല്ല രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല. അവർ നന്നായിട്ട് ഫ്യൂച്ചറിലേക്ക് നോക്കുന്നുണ്ട്. ഫ്യൂച്ചറിസ്റ്റിക് ആവാൻ പറ്റുന്നില്ല. അവർ കൂടുതൽ പാസ്റ്റിൽ നോക്കിയിട്ട് അവരവരെ തന്നെ കുറ്റപ്പെടുത്തണോ, ഞാൻ ഇങ്ങനെ ചെയ്തു, ഇത്രയും ടൈം ഞാൻ വേസ്റ്റ് ചെയ്തില്ലേ, ഞാൻ ഈ ഒരു പേഴ്സണെ മാരേജ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഹാപ്പിനെസ് എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നേ, ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഗിൽറ്റ് ട്രിപ്പിംഗ് ആയിക്കൊണ്ടിരിക്കും. ഒരു വിക്ടിം ഒക്കെ പോലെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. ആൻഡ് ലവേഴ്സ് കാർഡാണ് ആദ്യം വന്നിട്ടുള്ള കാർഡ്. അതിനർത്ഥം ഇവർക്ക് നല്ല ഡീപ്പർ റിയലൈസേഷൻസ്, ഒരുപാട് പേർക്ക് ട്വിൻ ഫ്ലെയിം ആണെന്ന് മനസ്സിലായിട്ടുണ്ട്. ചിലവർക്ക് എന്തോ സോൾ കണക്ഷൻ ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. കാരണം അവർ മിററിലൊക്കെ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ റിഫ്ലക്ഷൻസ് ഒക്കെ കാണുകയാണ്. ആൻഡ് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള സ്പിരിച്വൽ വീഡിയോസും കാര്യങ്ങളൊക്കെ അവരിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ട് യൂണിവേഴ്സ് കാണിച്ചു കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ 1 വേർഡിൽ പറയുകയാണെങ്കിൽ ഭയങ്കര ക്രൂഷ്യൽ അവേക്കനിങ്. ഒരു ജൂൺ ജൂലൈ ഒക്കെ വരെ നല്ല രീതിയിലുള്ള അവേക്കനിങ്സ് ഇവർക്ക് ഉണ്ടായിരിക്കും. സോഡ്സ് ഉണ്ട്. ഇതിൽ എയർ സൈൻസ് ഉള്ളവരുണ്ടായിരിക്കും. ജെമിനി, ലീബ്ര, അക്വേറിയസ് സൈൻസ് ഉള്ളവരുണ്ട്. ഫയർ സൈൻസ് ഉണ്ട്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ഉണ്ട്. ഓക്കെ,
സൈഡിനെ ഡിസ്റ്റോർട്ടഡ് ആയിരുന്നു അവർക്കും. അപ്പോൾ അവരുടെ ഫെമിനിൻ സൈഡിനെ കുറച്ചും കൂടി ഡിവിനിറ്റിയിലേക്ക് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഒരു മറ്റേ തേർഡ് പാർട്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും തേർഡ് പാർട്ടിയോട് വളരെയധികം നിങ്ങൾ ഇത് പറയണം. കാരണം അവർ ആണ് ഇവരെ കൂടുതൽ എന്താ ചെയ്യുന്നത്, ഹീൽ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇവരുടെ ക്യൂൻ ഓഫ് കപ്സും റിവേഴ്സാണ്. എന്ന് വെച്ചാൽ അവർക്ക് കിട്ടേണ്ട സ്നേഹമൊന്നും കിട്ടിയിട്ടില്ല. ഇവർക്കത് കിട്ടിയിട്ടുള്ളത് ഫ്രം യു ആണ്, പക്ഷെ അതും അവർക്ക് ഇപ്പോൾ ഇല്ല. അവരായിട്ട് തന്നെ അത് കളയുക ചെയ്ത. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ അവർക്ക് ഇരിപ്പരങ്ങില്ല എന്നൊക്കെ പറയുന്ന ഒരു വേർഡാണ് കാണുന്നത്. വളരെ പെയിൻഫുൾ സിറ്റുവേഷൻസ് ആണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരിൽ പല സിറ്റുവേഷൻസ് ചീറ്റ് ചെയ്ത് പോയവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ സിറ്റുവേഷൻ കൊണ്ട് മാരേജ് ചെയ്ത് പോകുന്നവരുണ്ടായിരിക്കാം, പല രീതിയിൽ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് വരുന്ന രീതിയിൽ എടുക്കാം. കുറച്ച് ഷിറ്റ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഫുള്ള് കിട്ടിയത് ഗ്രീൻ കളറാണല്ലോ. യെസ്, റെക്കഗ്നീഷൻ, റിവാർഡ്. അവർ കരിയർ സൈഡിലൊക്കെ കുറച്ച് റെക്കഗ്നീഷൻസ് വരുന്നു, അല്ലെങ്കിൽ അവർ ഈ ജേർണിയെ മനസ്സിലാക്കുന്നതും ആവാം കേട്ടോ. ചലഞ്ചസ് ആൻഡ് ഒബ്സ്റ്റക്കിൾസ്, അതിൻ്റെ കാർഡ് മുന്നേ വന്നിട്ടുണ്ട്. ഒരുപാട് ചലഞ്ചസിലൂടെ കടന്നിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സാധിക്കും. ഹോപ്പ്, ഒരു പ്രതീക്ഷ. ഫെർട്ടിലിറ്റി, യെസ്, ആ ഒരു കാർഡും കൂടിയാണ് ഈ എംപ്രസ് എന്ന് പറയുന്നത്. അതും റിവേഴ്സാണ്. അവർക്ക് സെക്ഷൽ ഡിസ്ഫങ്ഷൻസോ അല്ലെങ്കിൽ സെക്ഷൽ സാറ്റിസ്ഫിക്കേഷൻസ് കിട്ടാത്തൊരവസ്ഥയൊക്കെ കാണിക്കുന്നുണ്ട്. ബേസ് ചക്ര, ഈ ബേസ് ചക്ര ആക്ടിവേറ്റ് ആകുമ്പോൾ നിങ്ങൾ റൂട്ട് ചക്രയുടെ താഴെയുള്ള പോർഷൻസ് ഇച്ചിങ്സ് വരാം, ബുദ്ധിമുട്ട് വരാം, കടച്ചൽ അല്ലെങ്കിൽ നീര് വരുന്ന രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടാണ്. ട്രൂത്ത്, അവർക്ക് സത്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അവർക്ക് ഇത് വരുന്നത്. ബാലൻസ്, അവരുടെ ലൈഫ് ബാലൻസ് ചെയ്യാൻ നോക്കുന്നുണ്ട് മാക്സിമം. ഒരു മഞ്ഞ കാർഡ് വന്നു. കാർമിക് ടൈം, അത് വളരെ കറക്റ്റാണ്. കാരണം നമുക്ക് ഈ ഒരു കാർഡ് കൂടെ അതിന് പറയുന്നുണ്ട്. ഫൈറ്റ്, കോൺഫ്ലിക്ട്സ്, ഇങ്ങനെ അവർക്ക് രാവിലെ എണീറ്റ് തന്നെ രാത്രി കിടക്കുന്ന വരെ ഓരോ രീതിയിൽ കോൺഫ്ലിക്ട്സുകൾ, മനസ്സമാധാനമില്ലാത്തൊരവസ്ഥ എന്ന് പറയില്ല. അതാണ് അവർ കറന്റ് നടന്നു പോകുന്നത്. അവർക്ക് ഒരു രീതിയിൽ ആ ഒരു പെയിൻ കൊടുത്തുകൊണ്ടിരിക്കുക. ആരും ഹാപ്പിനെസ് പീസും കൊടുക്കുന്നില്ല. എല്ലാവരും ഇവരെ യൂസ് ചെയ്യുന്നു, ഇവരെ ചീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവരെ ഇങ്ങനെയൊക്കെ ഇതാക്കാൻ പറ്റുമോ, ഊറ്റുന്നൊരവസ്ഥയാണ് കാണുന്നത്. അങ്ങനെ എനർജി എനിക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ വളരെയധികം ഇത്രയും കാർഡ്സ് റിവേഴ്സ് വരുന്നുണ്ടെങ്കിൽ എല്ലാം ഒരു പെയിൻ, ഒരു നെഗറ്റീവ് സൈഡാണ് കാണിക്കുന്നത്. ഇതിപ്പോൾ എല്ലാവർക്കും പക്ഷെ കോമൺലി DMസിനൊക്കെ ഇപ്പോൾ ഈ ഒരു എനർജിയാണ് കാണിക്കുന്നത്. നന്നായിട്ട് ഹീൽ ചെയ്യാൻ നിങ്ങളുടെ പേഴ്സണെ ഓർക്കുമ്പോൾ അവർക്ക് ബ്ലെസ്സിങ്സ് കൊടുക്കുക, ഇങ്ങനെ കൈ കൊണ്ട് കൊടുക്കുക. എനർജറ്റിക്കലി അത് അങ്ങോട്ട് എത്തും. നിങ്ങളോട് കോൺടാക്ട് ചെയ്യാനും ഒന്നും പോകണ്ട. കാരണം അവർ ഇത്രയും ഫ്രസ്ട്രേഷൻസിലാണ്. അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ റിപ്ലൈ കിട്ടണം എന്നില്ല. ചിലപ്പോൾ ആ ദേഷ്യം നിങ്ങളുടെ അടുത്തേക്കും തീർക്കുന്നുണ്ടായിരിക്കും. സോ ബെറ്റർ ബി സൈലന്റ് ആൻഡ് യു ജസ്റ്റ് ഫോക്കസ് ഓൺ യുവർ ലൈഫ്. അതാണ് എനിക്ക് പറയാം. നിങ്ങളുടെ ലൈഫിൽ ഫോക്കസ് ചെയ്യുക. നമ്മളിങ്ങനെ പറയും, നമ്മൾക്ക് ഭയങ്കര ഒരാൾക്ക് സ്ട്രോങ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യത്തിന് ലെറ്റ് ഗോ ചെയ്യാൻ പഠിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് ഒരാളെ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ അവർ ലെറ്റ് ഗോ ചെയ്യാൻ പോകണമെങ്കിൽ പോട്ടെ. അങ്ങനെ വരുമ്പോൾ അപ്പോൾ നിങ്ങൾ അവിടെ സ്റ്റേറ്റിലേക്ക് എത്തും. അവിടെ നിങ്ങളെ ഒന്നിനും വേദനിപ്പിക്കാൻ പറ്റാത്തൊരു സ്റ്റേറ്റിലേക്ക് എത്തും. അവിടുന്ന് നിങ്ങൾ വളരെയധികം ഗ്രോത്തിലേക്ക് വരും. മനസ്സിലായി? അപ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് ഓവർ അറ്റാച്ച്മെൻറ്റ് ഉള്ളത് അതിനെ കംപ്ലീറ്റ്ലി ലെറ്റ് ഗോ ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്ത് വരാണെങ്കിൽ വരട്ടെ, ഇല്ലെങ്കിൽ ഇല്ല. അത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ നിങ്ങളോട് അറ്റാച്ച്ഡ് ആവാതെ ഡിവൈൻ ഫെമിനിൻസ് കേൾക്കുന്നവർ ആവാൻ ശ്രമിക്കണമെന്ന് എനിക്ക് പറയാനുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ സിറ്റുവേഷൻസ്. വളരെ ബാഡ് സിറ്റുവേഷൻസ് ആണ്. ലെറ്റ് ദം സഫർ. കാരണം നിങ്ങൾ ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ടല്ലേ. നിങ്ങളും ഒരുപാട് പെയിനിലൂടെയാണ് ഒരുപാട് ക്ലാരിറ്റി, ഈ സ്പിരിച്വാലിറ്റി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എത്തിയിട്ടുള്ളത്. സ്പിരിച്വലി അങ്ങനത്തെ ജേർണി കിട്ടിയവർ ബ്ലെസ്ഡ് ആവുക. നിങ്ങൾ നല്ല രീതിയിൽ യൂണിവേഴ്സിനുമായിട്ട് അടുക്കാൻ ശ്രമിക്കുക. അതിൽ വിശ്വാസ കുറവ് കാണിക്കരുത്. നിങ്ങളുടെ ലൈഫിൽ നല്ലത് വരുമ്പോൾ മാത്രം യൂണിവേഴ്സിനെ ഒരുപാട് അമ്പലത്തിൽ പോകുന്നു, ഒരുപാട് പള്ളിയിൽ പോകുന്നു, അല്ലെങ്കിൽ അതിലൊന്നല്ല ഇരിക്കുന്നത്. നിങ്ങൾ എവിടെ പോയെങ്കിൽ ഇരിക്കുന്ന സ്ഥലത്ത് വേണ്ടി കണക്ട് ചെയ്യുക. ക്രൗൺ ചക്ര ഓപ്പൺ കണക്ട് ചെയ്യുക. അതാണ് വേണ്ടത്. അല്ലാതെ കുറേ റിലീജിയസ് പ്രാക്ടീസസ് ചെയ്തത് കൊണ്ട് നിങ്ങൾ സ്പിരിച്വൽ ആണെന്ന് പറയാൻ പറ്റില്ല. കുറേ പൂജ്യം മന്ത്രം ചെയ്തത് കൊണ്ടൊന്നും എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. കാരണം അതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് കഴിയും. പക്ഷേ ഇന്നോവൊക്കെ ചെയ്തു തുടങ്ങുമ്പോൾ നിങ്ങൾ എപ്പോഴും കണക്റ്റഡ് ആയിരിക്കും. ആ കണക്ഷനാണ് ലൈഫിൽ വേണ്ടത്. അതാണ് ക്ലാരിറ്റി കൊണ്ടു തരുന്നത്. അല്ലാത്തപ്പോൾ നിങ്ങൾ പല പല മായാലോകത്തിലേക്ക് എത്തിക്കും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ റീഡിങ്. നിങ്ങൾക്കത് റെസനേറ്റ് ചെയ്ത് തോന്നുവാണെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, സോ താങ്ക് യു. സബ് കോൺഷ്യസിൻ്റെ ക്ലാസ് നാളെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ആർക്കെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ വേഗം തന്നെ ജോയിൻ ചെയ്യാം. ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. പേയ്മെൻറ്റ് ഉണ്ടായിരിക്കും. നമ്മളുടെ ലൈഫിൽ എന്തിനാണ് ജോയിൻ ചെയ്യുന്നത്? നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ക്ലാരിറ്റി ഇല്ല. മണി ബ്ലോക്ക്, ഫിനാൻഷ്യൽ അബൻഡൻസ്, അല്ലെങ്കിൽ ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്പ് ബ്ലോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ
യു വിൽ ഗെറ്റ് ക്ലാരിറ്റി. അതെന്താണ്, എങ്ങനെ മാറ്റാം, എന്തുകൊണ്ട് വന്നു എന്നൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് 7 ഡേയ്സിൻ്റെ ക്ലാസ്സിലൂടെ നല്ല ക്ലാരിറ്റി കിട്ടും. നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് വരും. ഞാൻ പറയുന്ന പോലെ ഫോളോ ചെയ്താൽ മതി, എത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു.